ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മൂന്നാമത്തെ മുദ്ര ഒരു കറുത്ത കുതിരയാണെന്ന് കാണുന്നത്. വായിക്കാം. മൂന്നാമത്തെ മുദ്ര. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് ഒരിടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. ദൈവത്തിന് സ്തോത്രം. ക്ഷാമത്തെ കാണിക്കുന്നു. വലിയ ക്ഷാമങ്ങൾ വരുന്നു. ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അത്രയേറെ പേരൊന്നും ക്ഷാമത്തിൽ വലിയുന്നില്ലെന്ന് തോന്നുന്നു. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം, എൻ്റെ പരിമിതമായ അറിവ്. പട്ടിണിപ്പാവങ്ങൾ കാണുമായിരിക്കും, ധാരാളം കാണുമായിരിക്കും. പക്ഷേ പണ്ടത്തേതിനേക്കാൾ കുറവാണ്. എന്നാൽ ഇന്ന് അനേകം ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ന് കൊടും പട്ടിണിയിലാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾ, തെക്കേ അമേരിക്കയിലെ ചില പ്രദേശങ്ങൾ, മെക്സിക്കോ മുതലായ സ്ഥലങ്ങളിൽ കൊടും പട്ടിണിയാണ്, ദുരിതമനുഭവിക്കുകയാണ്. ക്ഷാമം വരുന്നു, വലിയൊരു ക്ഷാമം വരുന്നു. ഇനി വരാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. ഭയങ്കരമായ ക്ഷാമം വരുന്നു. ആഹാരത്തിന് മുട്ട് വരുന്നു. ആഹാരത്തിന് മാത്രമല്ല, വെള്ളത്തിന് മുട്ട് വരുന്നു. വെള്ളമില്ലാതെ ജലദൗർലഭ്യം, വെള്ളം കിട്ടാതെ വരുന്നു, ശുദ്ധജലം കിട്ടാതെ വരുന്നു. ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നതാണ്. അത് കേരളത്തിൽ സംഭവിക്കാൻ പോകും. ശുദ്ധജലം കിട്ടുകയില്ല. ഇന്ന് നാം സുലഭമായി വെള്ളം ഉപയോഗിക്കുന്നു. പക്ഷേ വെള്ളം, ശുദ്ധജലം കിട്ടാനില്ലാത്തൊരു കാലം വരുന്നു. ഭൂമിയുടെ അടിത്തട്ടിലുള്ളതായ വെള്ളത്തിൻ്റെ ശേഖരങ്ങൾ അതുപോലും കുറഞ്ഞു പോയിരിക്കുന്നു. മുമ്പൊക്കെ നാം അങ്ങ് ഡീപ്പ് വെൽ അടിച്ചാൽ കിട്ടുമായിരുന്ന അത്രയും താഴ്ചയിൽ ഇപ്പോൾ വെള്ളം കിട്ടാതായിരിക്കുന്നു. വെള്ളം അവിടെ നിന്നെല്ലാം താഴോട്ട് പോയിരിക്കുന്നു. അങ്ങനെ ഭൂഗർഭജലം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നദികൾ വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ വർഷം തന്നെ കേരളത്തിൽ വലിയ ക്ഷാമം വരുമെന്നാണ് പറയുന്നത്. വെള്ളത്തിൻ്റെ ക്ഷാമം വരുമെന്ന്, കൊടിയ വേനലുണ്ടാകുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ചിന്തകന്മാർ പറയുന്നത് വലിയ കൊടിയ വേനൽ കേരളത്തിൽ വരാൻ പോകുന്നുവെന്ന്. കേരളത്തിൽ മാത്രമല്ല, ഈ ഭാരതത്തിൽ തന്നെ പ്രത്യേകിച്ചും കേരളത്തിൽ. പ്രിയപ്പെട്ടവരെ, ക്ഷാമം വരാൻ പോകുന്നു. അതെല്ലാം അന്ത്യക്രിസ്തുവിൻ്റെ ഒരേൻ്റെ മുന്നോടിയായുള്ള അടയാളങ്ങളാണ്. ക്ഷാമം വരാൻ പോകുന്നു. ഭയങ്കരമായ ക്ഷാമം വരാൻ പോകുന്നു. നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 24:7-12 വാക്യങ്ങൾ വായിക്കാം. മത്തായി 24:7-12 വരെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എല്ലാ കാലത്തും ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാലത്തും ക്ഷാമവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി വരാൻ പോകുന്ന കാര്യം, ഇനിയും ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഭയങ്കരമായ ക്ഷാമങ്ങളുണ്ടാകും. പിന്നെ എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. വരാൻ പോകുന്ന ഭയങ്കരമായ കഷ്ടതയുടെ ഒരു ആരംഭം മാത്രമേ ആയിട്ടുള്ളൂ. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. വരാൻ പോകുന്ന കഷ്ടതകൾ അതിൻ്റെ ഒരു ചെറിയ ഒരു ആരംഭം മാത്രം. ഈറ്റുനോവിൻ്റെ പ്രസവവേദന പോലെ മാത്രമേ, ഈറ്റുനോവിൻ്റെ ആരംഭം പോലെ മാത്രമേ ഉള്ളൂ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും മാത്രമല്ല, കൊല്ലുകയും ചെയ്യും. ഭയങ്കരമായ പീഡകളുണ്ടാകും. ഭയങ്കരമായ കൊലപാതകങ്ങൾ നടക്കും. അനേകം ഭവനങ്ങളിൽ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഭവനങ്ങളിൽ ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, അല്ല ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, അപ്പനും അമ്മയും കൂടി ചോദിച്ച് മക്കളെ കൊല്ലുന്നു. എന്തെല്ലാമാണ് നടക്കുന്നത്? ഇതെല്ലാം നമ്മുടെ ഈ ഇടനാടുകളിലെല്ലാം നടക്കുന്നതല്ല, ഈ നമ്മുടെ സ്വന്തം നാട്ടിലെല്ലാം പലയിടത്തും നടക്കുന്നതല്ലേ ഈ പറയുന്നത്. എന്തെന്ത് അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലരെ ഇടയ്ക്ക് പെട്ടെന്ന് കാണാതാകുന്നു. എന്താണാവോ പെട്ടെന്ന് കാണാതാകുന്നു? എന്ത് പറ്റി ആർക്കറിയാം? നമുക്ക് അറിഞ്ഞുകൂടാ. കൊച്ചു കുട്ടികളാണെങ്കിൽ കുട്ടികളെ കൊണ്ടുപോയി അവരുടെ ശരീരത്തിൽ അവയവങ്ങളിൽ കേടുവരുത്തി അവരെ ഭിക്ഷാടനത്തിന് അയക്കുന്നു. കൊന്നാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോകും. കൊന്നാൽ മതിയായിരുന്നു, പക്ഷേ കൊല്ലുന്നില്ല. അവരെ കൊണ്ട് പണം ഉണ്ടാക്കണം. കുട്ടികളെ ട്രെയിനിലും ബസ് സ്റ്റോപ്പുകളിലും റെയിൽവേ സ്റ്റേഷനിലെല്ലാം ഭിക്ഷ അയക്കാൻ വിടുന്നു. കിട്ടുന്ന തുകയുടെ ഒരു അംശം മാത്രം ആ കുട്ടിക്ക് ചെലവിന് കൊടുക്കുന്നു. ബാക്കിയെല്ലാം അതിൻ്റെ നേതാവിന് കിട്ടുന്നു. അങ്ങനെയുള്ളൊരു മാഫിയ, ഒരു സംഘം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഈ നാട്ടിലും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പേടിപ്പെടുന്ന കാര്യങ്ങളാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു. നാം ഓമനിച്ച് വളർത്തുന്ന നമ്മുടെ കുട്ടികൾ, ഓമനിച്ച് താലോലിച്ച് നാം വളരെ വാത്സല്യത്തോടെ വളർത്തുന്ന നമ്മുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ എവിടെയെങ്കിലും അവയവത്തിന് കേടുവരുത്തി അവരെ ഭിക്ഷയ്ക്ക് അയക്കുന്നു. പോയില്ലെങ്കിലോ ഉപദ്രവം തന്നെ, പട്ടിണിക്കിടും. പാവങ്ങൾ ചത്താമതി എന്ന് വിചാരിച്ചാൽ പോയി ചാകാനും അനുവദിക്കില്ല. അങ്ങനെയുള്ളതായ അനേകം കുട്ടികൾ ഇന്ന് ഇതുപോലുള്ളതായ ഈ ഭിക്ഷാടന മാഫിയയുടെ കയ്യിലുണ്ട്. ഭിക്ഷാടന മാഫിയ. അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് പറയുന്നത്, ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ യാചകരായിട്ട് വരുന്നവർ അവർക്കൊന്നും കൊടുക്കരുതെന്ന് പറയുന്നത്.
ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്ക് തോന്നും എന്താണ് ഭക്ഷണത്തിന് മാർഗ്ഗമില്ലാത്തവരല്ലേ പാവങ്ങളല്ലേ കൊടുക്കേണ്ടതെന്ന് നോക്ക് തോന്നും. പക്ഷെ അതിൻ്റെ പിന്നിൽ വേറൊരു വലിയൊരു സംഘമുണ്ട്, ഒരു വലിയ ഗ്രൂപ്പുണ്ട്. ഈ കുട്ടികളെ ഉപദ്രവിച്ച് പൈസ പിടുക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇതെല്ലാം കുട്ടികളെ അതിന് ഉപയോഗിക്കുന്നു. ചിലരെ കുറച്ചുകൂടി പ്രായമുള്ള കുട്ടികൾ മാത്രമല്ല, കുറച്ച് യുവാക്കന്മാരെയെല്ലാം യുവാക്കന്മാർ യുവതികളെയും പിടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ ബോധം കെടുത്തിയിട്ട് കിഡ്നി എടുക്കുന്നു, ഹാർട്ട് എടുക്കുന്നു, ലിവർ എടുക്കുന്നു. അതെല്ലാം നല്ല വിലയ്ക്ക് വിൽക്കുന്നു. നല്ല കച്ചവടമാണ് നടക്കുന്നത്. കേട്ടാൽ നമുക്ക് പേടി തോന്നും, ഭയപ്പെട്ടു പോകും. ഇതെല്ലാം നടമാടുന്നു. ഇതെല്ലാം വലിയൊരു വിപ്ലവത്തിൻ്റെ ആരംഭമാണ്. ഭീകരനായ അന്ത്യക്രിസ്തു ചെയ്യുന്ന പരിപാടികളുടെ ആരംഭമാണ് ഇതെല്ലാം. മൂന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ചെവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു കറുത്ത കുതിരയെ കണ്ടു. അത് മെതിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് ഒരിടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് മൂന്നങ്ങഴി യവം, എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 7 മുതൽ 12 വാക്യങ്ങൾ ഒന്നുകൂടി നമുക്ക് വായിക്കാം. മത്തായി 24-ന്റെ 7 മുതൽ 12 വരെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. ലൂക്കോസിന് ശേഷം 21-ാം അധ്യായം 20 മുതൽ 28 വരെ വാക്യങ്ങൾ. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ഇന്ന് എല്ലാ രാജ്യങ്ങളുടെയും ശ്രദ്ധ ഇസ്രായേലിലേക്കാണ്. ഇസ്രായേലായിരിക്കും ഇനി യുദ്ധത്തിൻ്റെ കേന്ദ്രഭൂമി. ഇസ്രായേലായിരിക്കും ഒരു രണാങ്കണമായി വരാൻ പോകുന്നത്. ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചായിരിക്കും ഒരു 3-ാം ലോകമായ യുദ്ധം വരാൻ പോകുന്നത്. എല്ലാം ഇസ്രായേലിലേക്ക് നോക്കി, യെരുശലേമിലേക്ക് നോക്കിയിരിക്കും. പിന്നെ അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, അനേകര് രക്ഷപ്പെടാൻ ഓടിപ്പോകട്ടെ. നിങ്ങൾക്കറിയാമോ, ഇറാഖിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഇനി കാര്യമായിട്ട് ക്രിസ്ത്യാനികൾ ഇനി അവിടെ ഇല്ല. എല്ലാവരും ഒന്നുകിൽ അവരെ കൊന്നു, അല്ലെങ്കിൽ എല്ലാത്തെല്ലാം മലകളിലേക്ക്, മരുഭൂമികളിലേക്ക് ഓടിപ്പോയി. അവരുടെ ഭാവി എന്താണോ പ്രിയപ്പെട്ടവരെ? അനേകം പേര് ഓടിപ്പോയി, രക്ഷപ്പെടാൻ വേണ്ടി ഓടി. എന്തിനാ നമ്മുടെ ഈ ഇന്ത്യയിൽ ഒറീസയിൽ വലിയ പീഡനം നടന്നപ്പോൾ കന്യാസ്ത്രീകളെല്ലാം വലിച്ചഴച്ച് അവമാനിക്കുകയും മറ്റ് ചെറുപ്പക്കാരെ കൊല്ലുകയും മറ്റും ചെയ്തപ്പോൾ അനേകര് ക്രിസ്ത്യാനികൾ ഓടിപ്പോയി, വനങ്ങളിൽ രക്ഷപ്പെടാൻ പോയി. ഇതെല്ലാം ഈ നമ്മുടെ ഭാരതഭൂമിയിൽ നടന്ന കാര്യമാണ്. വർഗീയ ലഹളകൾ, മതസ്പർദ്ധകൾ, വൈരാഗ്യപൂർവമായ ആക്രമണങ്ങൾ ഇതെല്ലാം നടമാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് അതുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇവിടെ വരാൻ പോകുന്നത്. വരിക എന്ന് 3-ാം ചെവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ക്ഷാമവും ഭൂകമ്പവും അതുപോലെയുള്ളതായ വലിയ കെടുതികളും സംഭവിക്കാൻ പോകുന്നു. 4-ാമത്തേത് വായിക്കാം. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന 4-ാം ചെവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന് മരണമെന്ന പേർ. മഞ്ഞ നിറമുള്ള കുതിര, മരണം എന്ന പേര്, മരണം. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ 1/4 അധികാരം ലഭിച്ചു. ഭൂമിയിൽ 4 ഭാഗം എല്ലാം നശിക്കാൻ പോവുകയാണ്, ചാകാൻ പോവുകയാണ്, കൊല്ലുകയാണ്. ആരൊക്കെ? എന്തെങ്കിലും വാള് കൊണ്ട് കൊല്ലും, ക്ഷാമം കൊണ്ട് കൊല്ലും, മഹാവ്യാധി കൊണ്ട് കൊല്ലും, ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലും. വലിയ അനർത്ഥം വരുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നും യാദൃശ്യമല്ല. വനത്തിലെ മൃഗങ്ങൾ, പുലിയും കടുവയും മറ്റും നാട്ടിലേക്ക് ഇറങ്ങി കൊന്നു തുടങ്ങിയിരിക്കുന്നു. ഇതിലൊന്നും പത്രത്തിൽ വായിക്കുന്നില്ലേ? കാട്ടിൽ സ്വച്ഛന്ദം വിഹരിച്ചിരുന്ന മൃഗങ്ങൾ ഇന്ന് നാട്ടിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. നാട്ടിൽ ജനവാസമുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ആളുകൾക്ക് പേടി സ്വപ്നമായിരിക്കുന്നു. പുലികൾ വരുന്നു. എന്താണ് പുലിയും കടുവയും എല്ലാം ഇറങ്ങി വരാൻ കാരണം? ഇതെല്ലാം വേദപുസ്തക വചനങ്ങളുടെ നിവൃത്തിയാണ്. വചനം അപ്രകാരം നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി വായിക്കാം. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന 4-ാം ചെവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. കുതിര, മരണം. അതിന്മേലിരിക്കുന്നവന് മരണമെന്ന പേർ. മരണമെന്നാണ് പേര്. പാതാളം അവനെ പിന്തുടർന്നു. മരണത്തെ പാതാളം പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ 1/4 അധികാരം ലഭിച്ചു. 4 ഭാഗത്തിന്മേൽ അധികാരം ലഭിച്ചു. 4 ഭാഗം കൊന്നുകളയുകയാണ്. 4 ഭാഗം ആളുകൾ കൊല്ലപ്പെടുന്നു. ഭൂമിയിലുള്ള ജനസംഖ്യയിൽ 1/4 ഛേദിക്കപ്പെടുന്നു.
വരാൻ പോകുന്നു, സംഭവിക്കാൻ പോകുന്നു, ഇതിൽ അക്ഷരീയമായിട്ട് നിറവേറാൻ പോകുന്നു. അതിൻ്റെയൊക്കെ ആരംഭമേ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ആരംഭം പലയിടത്തും ഉണ്ട്, പക്ഷേ ഇത് പൂർണ്ണമായ രീതിയിൽ അതിന് പൂർണ്ണമായ നിറവോടെ അത് നിറവേറുന്നത് നമുക്ക് ഈ വേദപുസ്തകത്തിലെ ആളുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ മനസ്സിലാക്കാം. വരാനിരിക്കുന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. വാളുകൊണ്ട് കൊല്ലും, ക്ഷാമം കൊണ്ട് കൊല്ലും, മഹാവ്യാധി കൊണ്ട് കൊല്ലും, ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലും. ദൈവത്തിന് സ്തോത്രം. ഭയങ്കരമായ അപകടങ്ങൾ വരാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കാണുമ്പോൾ, ഇതെല്ലാം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത എന്താണ്? കർത്താവേ, എല്ലാം താൽക്കാലികം. ഇന്നുണ്ടായെന്ന് തോന്നുന്നതെല്ലാം താൽക്കാലികം. നാം സമ്പാദിക്കുന്നു, പൈസ വേണം, ആഹാരം വേണം, ഭക്ഷണം വേണം, ഉടുവസ്ത്രം വേണം, ഇതെല്ലാം ആവശ്യമാണ്. കിടപ്പാടം വേണം, ഇതെല്ലാം ഉണ്ട്. പക്ഷേ എത്ര കാലത്തേക്ക്? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കാലത്താണോ ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത്? എതിർ ക്രിസ്തു വെളിപ്പെടുന്ന നമ്മുടെ കാലത്താണോ? നമുക്ക് അറിഞ്ഞുകൂടാ. അല്ല, നമ്മുടെ മക്കളുടെ കാലത്താണോ? നമുക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ. നിങ്ങൾ സജീവമായി ചിന്തിക്കൂ. എൻ്റെ കാലത്താണെങ്കിൽ ഞാനത് അനുഭവിക്കും, ശരിയാണ്. എനിക്കതിനുള്ളതായ ആ ഒരു വിശ്വാസം കർത്താവ് തന്നിട്ടുണ്ട്, ശരി. പക്ഷേ എൻ്റെ മക്കളുടെ കാലത്തോ? അയ്യോ, മക്കൾ എങ്ങനെയൊക്കെ സഹിക്കും, എങ്ങനെ ഇതിനെ നേരിടും? നാം അങ്കലാപ്പിലാകുന്നു. ദൈവത്തിന് സ്തോത്രം. നേരിടുമെങ്കിൽ ആത്മാവിൽ മാത്രമേ നേരിടാൻ പറ്റുകയുള്ളൂ. ആത്മാവിൽ. ദൈവത്തിന് സ്തോത്രം. ഡിട്രീച്ച് ബോൺഹോഫർ എന്ന് പറയുന്ന ജർമ്മനിയിലുണ്ടായിരുന്ന ഒരു പട്ടക്കാരനെ നാസികൾ, ഹിറ്റ്ലറുടെ പടയാളികൾ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഇദ്ദേഹത്തിന് മനസ്സിലായി, കൊല്ലം കൊണ്ടുവന്ന് മനസ്സിലായി. അവരുടെ കൂടെ അദ്ദേഹം നടന്നു പോവുകയാണ്, കൊലക്കളത്തേക്ക് പോവുകയാണ്. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതൊരന്ത്യം, എനിക്കോ മഹത്തായ ഒരു സംരംഭത്തിൻ്റെ ആരംഭം മാത്രം. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ പറയാൻ കഴിയും? അങ്ങനെ കൊല്ലാൻ പോകുമെന്ന് മനസ്സിലായി. പക്ഷേ ദൈവത്തിൻ്റെ വേല ചെയ്തെന്നുള്ളതുകൊണ്ട് മാത്രം, കർത്താവിനെ ആരാധിച്ചെന്നുള്ളതുകൊണ്ട് മാത്രം, ക്രിസ്തുവിനെ ആരാധിച്ചെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഹിറ്റ്ലറുടെ നാസി പടയാളികൾ കൊല്ലം കൊണ്ടുപോവുകയാണ്. ഡിട്രീച്ച് ബോൺഹോഫർ അദ്ദേഹം, നിങ്ങളുടെ നോട്ടത്തിൽ ഇതൊരന്ത്യമാണ്, എൻ്റെ നോട്ടത്തിലോ ഇത് മഹത്തായ ഒരു സംഭവത്തിൻ്റെ ആരംഭം മാത്രം, മഹത്തായ രാജ്യത്തിലേക്കുള്ള പ്രവേശനം മാത്രമെന്ന്. ഇതെല്ലാം വായിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴാണ് നമ്മുടെ തനിനിറം വെളിപ്പെടുക. സ്വന്തം അനുഭവത്തിൽ യാതനകൾ വരുമ്പോൾ, വലിയ നാശങ്ങൾ വരുമ്പോൾ, വലിയ പീഡകൾ വരുമ്പോൾ നമുക്ക് അതിനെ ചേർത്ത് നിൽക്കാൻ സാധിക്കുമോ? അവിടെ മാറി വിരിച്ച് നിൽക്കാൻ സാധിക്കുമോ? ഒരു കൂസലം കൂടാതെ മരണത്തെ നേരിടാൻ നമുക്ക് സാധിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. കംബോഡിയയിലാണെന്ന് തോന്നുന്നു. അവിടെ ഒരു പള്ളിയിൽ ഏതാനും വിശ്വാസികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു പട്ടാള ജീപ്പ് വന്നു. ജീപ്പിൽ നിന്ന് പട്ടാളക്കാർ തോക്കുമായിട്ട് അകത്തേക്ക് ഓടി വന്നു. ഒരാൾ വചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു, എല്ലാവരും വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വന്ന പട്ടാളക്കാരിൽ ഒരാൾ പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനികളെല്ലാം കൊല്ലാൻ പോവുകയാണ്, എല്ലാവരെയും കൊല്ലാൻ പോവുകയാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്കൊരു അവസരം തരാം. ക്രിസ്തുവിനെ തിരിച്ചു പറഞ്ഞ് ഇവിടെ നിങ്ങളുടെ ബൈബിളുണ്ടല്ലോ, ഈ ബൈബിളിൽ ചവിട്ടിയിട്ട് നിങ്ങൾക്ക് പോകാം, അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാം. അല്ലാത്തവരെല്ലാം മരിക്കാൻ തയ്യാറായി അകത്തിരുന്നുള്ളൂ. പ്രസംഗിക്കുന്നയാൾ ഉൾപ്പെടെ അനേകം പേരിറങ്ങിപ്പോയി. പ്രസംഗിക്കുന്നയാൾ ഉൾപ്പെടെ മരിക്കാൻ തയ്യാറല്ല, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറല്ല. വളരെ കുറച്ച് പേർ മാത്രമേ അകത്തിരിപ്പുള്ളൂ. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചാലും ശരി, കൊന്നുകൊള്ളട്ടെ, മരിച്ചാലും ശരി, ദൈവത്തെ ആരാധിക്കുന്ന പുറകോട്ട് മാറുകയില്ല. അപ്പോൾ അവരെ വാതിലെല്ലാം അടച്ചു, ദേവാലയത്തിൻ്റെ വാതിലെല്ലാം അടച്ച് കുറ്റിയിട്ടു. ആരും ഓടിപ്പോകരുത്, ആർക്കെങ്കിലും പോകണമെങ്കിൽ ഇപ്പോൾ പോകാം. വീണ്ടും പറഞ്ഞു, ആർക്കെങ്കിലും പോകണമെങ്കിൽ ഇപ്പോൾ പോകാം. അവിടെ അകത്തിരുന്നവരാരും പോയില്ല, കുറച്ച് പേരേ ഉള്ളൂ, വളരെ കുറച്ച് പേര്. അപ്പോൾ ഈ പട്ടാള വേഷത്തിൽ വന്നവർ അവരെ പട്ടാള വേഷം ഊരി വെച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾക്ക് വിശ്വാസികളുടെ കൂടെ ഇന്ന് ആരാധിക്കാൻ ആഗ്രഹമുണ്ട്, സത്യവിശ്വാസികളുടെ കൂടെ. ദൈവത്തിന് സ്തോത്രം. സത്യവിശ്വാസികളുടെ കൂടെ ഇരുന്ന് ആരാധിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് അല്ലാത്തവരെല്ലാം പോകട്ടെ എന്ന് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പട്ടാളക്കാർ ഉപദ്രവിക്കാൻ വന്നവരായിരുന്നില്ല, അവിടെ പരീക്ഷിക്കാൻ വന്നതായിരുന്നു. അല്ലാത്തവരെല്ലാം പോകട്ടെ. കൂട്ടായ്മയിൽ വന്ന് നിൽക്കുകയാണ്, എല്ലാവരും കൂടി നിൽക്കുകയാണ്. പക്ഷേ മരണം വരുമെന്ന് അറിഞ്ഞപ്പോൾ
മരിക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ മാറി. ദൈവത്തിന് സ്തോത്രം. വലിയ പീഡകൾ, വലിയ യാതനകൾ വരാൻ പോകുന്നു, ഉറപ്പാണ്. എൻ്റെ കർത്താവിന് സ്തോത്രം. എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പറയാനുള്ളതായ കഴിവില്ല, പറയാനുള്ളതായ ആലോചനാശക്തിയില്ല. പക്ഷേ ഞാൻ ഒന്ന് പറയാം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ഒന്നും വേർതിരിക്കുകയില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്ന ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഹല്ലേലൂയ. നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങൾ എണ്ണുന്നെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങൾ എണ്ണുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സ്തോത്രം. പൗലോസ്ലീഹായുടെ ഉറപ്പാണ്. അപ്പോൾ അത് പറയുകയാണ്, എന്തു വന്നാലെന്ത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നിൻ്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങൾ എണ്ണുന്നു എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. സ്തോത്രം. മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സ്തോത്രം. എന്തൊരു ഉറപ്പാണത്, എന്തൊരു ധൈര്യമാണത്. ആ ധൈര്യമാണ് നമുക്കിന്ന് വേണ്ടത്. കർത്താവേ, മറ്റൊന്നും എനിക്ക് വേണ്ട. കർത്താവേ, വേറൊന്നും വേണ്ട. എനിക്ക് എൻ്റെ യേശു മതി. എൻ്റെ യേശു, എൻ്റെ സ്നേഹം മതി. എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം മതി. വേറെ ഒന്നും എനിക്ക് വേണ്ട. പറയുമോ നിങ്ങൾ? കർത്താവിനോട് പറയുമോ, കർത്താവേ, എനിക്ക് വേറെ ഒന്നും തരണ്ട. കർത്താവേ, മറ്റെല്ലാം വന്നുകൊള്ളും, താനേ വന്നുകൊള്ളും. യേശു എന്നിലുണ്ടെങ്കിൽ എല്ലാം എനിക്ക് അനുകൂലമായിക്കൊള്ളും. എനിക്ക് ആവശ്യമുള്ളതെല്ലാം അനുകൂലമായിക്കൊള്ളും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? യേശു ക്രിസ്തു എനിക്ക് അനുകൂലമായി വന്നാൽ മാത്രം മതി. വേറെ ഒന്നും എനിക്ക് വേണ്ട. യേശു പ്രസാദിക്കുന്ന ജീവിതം തന്നാൽ മതി. വേറെ ഒന്നും എനിക്ക് വേണ്ട. പറയാമോ? പറ്റുമോ? നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അതൊരു ഡീപ്പ് സറണ്ടറാണ്, കംപ്ലീറ്റ് കമ്മിറ്റ്മെൻറ്റാണ്, സമ്പൂർണ്ണമായ സമർപ്പണമാണ്, ആബ്സല്യൂട്ട് ഡെഡിക്കേഷനാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു സമർപ്പണം നിങ്ങൾക്ക് വരുമോ? എന്നാൽ നിങ്ങൾക്ക് ജയിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്ത് വന്നാൽ എന്താണ്, എന്ത് സംഭവിച്ചാൽ എന്താണ്? പരമാവധി വന്നാൽ കൊല്ലും, പീഡിപ്പിച്ച് കൊല്ലും, അല്ലെങ്കിൽ ഇഞ്ചിഞ്ചായി കൊല്ലട്ടെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിലുള്ള ആ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ ഒന്നിനും കഴിയുകയില്ല. ആ ഒരു ഉറപ്പ് നോക്ക് വേണം. ദൈവത്തിന് സ്തോത്രം. ആ ഒരു ഉറപ്പ്, ആ ഒരു ചങ്കുറപ്പ് നോക്ക് വേണം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ധീരത, അതാണ് ധൈര്യം എന്ന് പറയുന്നത്. പുറമേയുള്ള ധൈര്യമൊന്നുമല്ല. ആ ധീരതയോടുകൂടി നമുക്ക് സാഹചര്യങ്ങളെ നേരിടാൻ നമുക്ക് സാധിക്കണം. നാം ആരെയും ഉപദ്രവിക്കുന്നില്ല, ആർക്കും ദോഷം ചെയ്യുന്നില്ല, ആരെക്കുറിച്ച് നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസം പറയുന്നില്ല. നാം എപ്പോഴും ക്രിസ്തു നോക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ഭാവം പൂണ്ട് ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവത്തോടെ നിൽക്കുന്നു. മാത്രം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടെ നിൽക്കുന്നു. അപ്പോൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ നാം ഭാഗ്യവാന്മാരാണെന്ന് ഉറച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് നിൽക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുമോ ഇത്? നിങ്ങൾ ചിന്തിക്കും, അയ്യോ, ഈ വീട്ടിൽ ഭർത്താവ് എന്നെക്കൊണ്ട് കോപിക്കുന്നു, ഭർത്താവ് വഴക്കടിക്കുന്നു, വീട്ടിലെന്നും ഒച്ചപ്പാടും ബഹളവും എന്ന് ഞാൻ തല്ലുകൊള്ളേണ്ടി വരുന്നു. അയ്യോ, ഈ ദുരിതം എന്നാ തീരുന്നത്? മക്കൾ ഇന്ന് നല്ലപോലെ പഠിച്ചു വന്ന മോനാണ്, പക്ഷേ അവനിന്ന് പഠിത്തം നന്നാകുന്നില്ല. അവൻ അപകടത്തിലേക്ക് പോകുന്നു, അവൻ തിന്മയിലേക്ക് പോകുന്നു, അവൻ ഈ വീഡിയോ ഗെയിംസ് അതിൽ രസിക്കുന്നു, അവന് മൊബൈൽ ഫോണിൽ നിന്ന് അവൻ്റെ ചെവി മാറ്റാൻ സാധിക്കുന്നില്ല. നിരന്തരം രാത്രി 2 മണിയായാലും മൊബൈൽ ഫോണിൽ കൂടി സംസാരിച്ചുകൊണ്ട്, മോൾ അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആരോടാണാവോ, എന്തൊക്കെയാണ് പറയുന്നാവോ, ഇതെല്ലാം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളുണ്ട്, അറിയാം, ഉണ്ട്, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ചാരി നിന്നുകൊണ്ട്, അവൻ്റെ ആ തിരുവിലാവിൽ ചാരി നിന്നുകൊണ്ട്, ആ തിരുരക്തത്തിൻ്റെ വിശുദ്ധി നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കണം. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കുറേ പേര് വിശ്വാസികളായിട്ടുണ്ടെന്ന് എനിക്കറിയാം. സ്തോത്രം. കുറേ പേര് സത്യവിശ്വാസികളായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കുറേ പേര് നല്ല സമർപ്പണമുള്ളവരുണ്ടെന്ന് എനിക്കറിയാം.
ദൈവത്തിന് സ്തോത്രം. നല്ല സമർപ്പണമുള്ളവരുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് ഇനിയും സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. പോരാ ഇന്ന് ഇനിയും സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്ത് വന്നാലും, എന്തെല്ലാം വന്നാലും, എന്ത് പീഡ വന്നാലും കർത്താവേ, വരും കാലങ്ങൾ എന്തെല്ലാം വരുന്നത് എനിക്ക് അറിയാൻ പാടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നീ അറിയുന്നു കർത്താവേ. എല്ലാം നീ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നാഥ, നീ സകലവും കാണുന്നു കർത്താവേ. എന്നോട് നീ ഒന്ന് മനസ്സിലിയണമേ. നീ എൻ്റെ മേൽ നിൻ്റെ കരമൊന്ന് വെക്കണമേ. എന്നെ നീ ഒന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. എനിക്ക് യേശുവിൻ്റെ സാന്നിധ്യം തന്നാൽ മാത്രം മതി, വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. യേശു എന്നോടുണ്ടായിരുന്നാൽ മാത്രം മതി കർത്താവേ. എൻ്റെ കൂടെ യേശു നിൽക്കുന്നതെന്ന് അവൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ലെന്ന് സംഘടനക്കാരൻ പറഞ്ഞല്ലോ. അവൻ എൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. സ്തോത്രം. ആ ഉറപ്പ് എനിക്ക് തന്നാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ അപ്പോഴാണ് നിങ്ങളുടെ മേൽ സ്നേഹം ചൊരിയുന്നത്, സ്നേഹത്താൽ നിങ്ങളുടെ ഉള്ളം നിറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വാത്സല്യം നിങ്ങളുടെ മേൽ കവിയുന്നത്, അത്ഭുതകരമായ സമാധാനം നിങ്ങൾ ലഭിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ നല്ല പ്രത്യാശയുള്ളവരായിത്തീരുന്നു, വിശ്വാസമുള്ളവരായിത്തീരുന്നു, നിങ്ങൾ ദൈവസ്നേഹമുള്ളവരായിത്തീരുന്നു. ഈ സ്നേഹം അനേകർക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അനേകരിലേക്ക് ഈ സ്നേഹം പകർന്നു കൊടുക്കുന്നു, വിശാലതയിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. എവിടെയെല്ലാം സ്നേഹം ആവശ്യമുണ്ടോ അവിടെയെല്ലാം സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ നിങ്ങളിൽ നിന്ന് സ്നേഹമാകട്ടെ മറ്റുള്ളവരിലേക്ക് പകരുന്നത്. അവിടെ വിദ്വേഷത്തിൻ്റെ കണിക പോലും ഇല്ല. സ്തോത്രം. അവിടെ ഞാനെന്നോ നീയെന്നോ ഇല്ല, നാം എല്ലാം ഒന്ന് എന്നായിത്തീരും. ഒന്ന്. അവിടെ വലിയവനൊന്നും ചെറിയവനൊന്നും ഇല്ല, എല്ലാം യേശുവിൻ്റെ മുമ്പിൽ സമം. ദൈവത്തിന് സ്തോത്രം. ധനവനെന്നോ ദരിദ്രനോ ഒന്നും ഇല്ല, എല്ലാവരും തുല്യം. കർത്താവിന് സ്തോത്രം. പണ്ഡിതനെന്നോ പാവരനെന്നോ ഇല്ല, എല്ലാവരും തുല്യം. കർത്താവിന് സ്തോത്രം. ശിശുവോ വൃദ്ധനമെന്നില്ല, എല്ലാവരും തുല്യം. പ്രിയപ്പെട്ടവരെ, ഈ മഹാസൗഭാഗ്യത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇന്ന് കരുണയുള്ള കർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ്, മോനെ, നിനക്ക് വേണമോ ഈ മഹാസൗഭാഗ്യം? നിനക്ക് വേണമോ ഈ സന്തോഷം? നിത്യസന്തോഷമാണ് നിനക്ക് ലഭിക്കുന്നത്. നിത്യ സന്തോഷമാണ് നിനക്ക് ലഭിക്കുന്നത്. നിത്യ കൂടാരത്തിലേക്കുള്ള വിശ്രമമാണ് നിനക്ക് ലഭിക്കുന്നത്. നിത്യശോഭന തീരത്തേക്കുള്ളതായ ആഗമനമാണ് നിനക്ക് ലഭിക്കുന്നത്. അത്ഭുതകരമായ അനുഗ്രഹങ്ങളാണ് നിനക്ക് ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എന്നുണ്ടെന്ന് അപ്പോസ്തലൻ പറഞ്ഞു. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. എണ്ണാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇന്ന് പല കഷ്ടങ്ങളേറ്റ് വാടിത്തളർന്നു വന്നവർ അനേകരുടെ വാക്കുകൾ കേൾക്കുന്നുണ്ട്. കഷ്ടങ്ങളേറ്റ് വാടിത്തളർന്നവർ. ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ അങ്ങനെയുള്ളവരെ ഞാൻ കാണുന്നില്ല. പക്ഷേ അവർ ചിലർ പിന്നെ എനിക്ക് മെസ്സേജ് അയക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്, കർത്താവേ, വചനം കേട്ടവർ ചിലർ നീറിപ്പുകഞ്ഞാണല്ലോ വന്നിരുന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. അവർ പറയുന്ന സങ്കടവാക്ക് കേൾക്കുമ്പോൾ ഞാനും കരയുന്നു, ഞാനും ഭാരപ്പെടുന്നു. കർത്താവിന് സ്തോത്രം. അനേകർ വേദനയുടെ കാര്യങ്ങളാണ് പറയുന്നത്, സങ്കടത്തിൻ്റെ കാര്യങ്ങളെ പറയാനുള്ളൂ. എല്ലാം ദുരിതമാണ്, സ്വസ്ഥതയില്ല, സമാധാനമില്ല. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്ത് ചെയ്യും? എന്താണ് പോംവഴി? ഒരു സ്ത്രീ എനിക്ക് എഴുതി, സാറേ, ഞാൻ എൻ്റെ ഭർത്താവ് അറിയാതെയാണ് എനിക്കുണ്ടായിരുന്ന കുറച്ച് രൂപ വളരെ അടുപ്പമുള്ള ഒരാൾക്ക് സഹായം ചെയ്തത്. അദ്ദേഹം വന്ന് പറഞ്ഞു, എപ്പോഴാണ് രൂപ ആവശ്യമെന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ തന്നേക്കാമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. സാറേ, ഞാൻ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു, കാരണം പെട്ടെന്ന് തരുമല്ലോ, പറയേണ്ട ആവശ്യമില്ലെന്ന് ഓർത്തു. ഞങ്ങൾ അത്ര സ്നേഹമാണ്. ഭർത്താവ് ഞാൻ എന്ത് ചെയ്താലും കുറ്റം പറയുന്ന ആളല്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ സാറേ, ആവശ്യം വന്നു, അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പിന്നെ തരാം എന്ന് പറയുന്നു. ഇതുവരെയും തന്നിട്ടില്ല. സാറേ, എന്തു വേണ്ടു? എനിക്ക് സമാധാനമില്ല. ഭർത്താവിൻ്റെ ഞാൻ എങ്ങനെ പറയും? അത് ഇങ്ങനെ കൊടുത്തു എന്ന് പറയും, എങ്ങനെ പറയും? എനിക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല, മനസ്സിങ്ങനെ വെപ്രാൾപ്പെട്ടിരിക്കുകയാണ്. പാവം. ആ സ്ത്രീ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് തന്നില്ല. മെസ്സേജിൽ അത് എൻ്റെ ഹൃദയത്തെ ചലിപ്പിച്ചു, വേദനിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ ഊരാക്കുരുക്കളിൽപ്പെട്ട് എത്രയോ പേര് വലഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ഭാരപ്പെട്ട് കഴിയുന്നവർ, കടത്തിൽ മുങ്ങി വലയുന്നവർ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശുവിൻ്റെ സന്നിധിയിലുള്ളതായ സമാധാനം ഓർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. എന്തെല്ലാം വന്നാലും, എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും, എന്തെല്ലാം ആകുലങ്ങൾ വന്നാലും, എല്ലാം ഒന്നും സാരമില്ല. എല്ലാം നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എല്ലാം മാറ്റിമറിക്കാൻ കഴിവുള്ളവൻ എൻ്റെ കൂടെയുണ്ട്. അവനാണ് എൻ്റെ രക്ഷകൻ, അവനാണ് എൻ്റെ നാഥൻ, അവനാണ് എൻ്റെ കർത്താവ്, അവനാണ് എൻ്റെ രക്ഷകർത്താവ്, അവനാണ് എൻ്റെ യജമാനൻ, അവനാണ് എൻ്റെ നേതാവ്. അവൻ മാത്രമാണ് എൻ്റെ സ്വന്തം. ഹല്ലേലൂയ. യേശു എൻ്റെ സ്വന്തം. ഹല്ലേലൂയ. ഈ ഉറപ്പ് നിങ്ങൾ കിട്ടുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ കിട്ടുന്നുണ്ടോ യേശുവിനുള്ളതായ സ്നേഹം? യേശുവിനുള്ളതായ സ്നേഹം ഉണ്ടെങ്കിൽ ഏത് വീട് വന്നാലും സാരമില്ല. കറുത്ത കുതിരയല്ല, ചുവന്ന കുതിരയല്ല, മഞ്ഞ കുതിരയല്ല, വെളുത്ത കുതിരയല്ല, ഏത് വന്നാലും സാരമില്ല. എന്തെല്ലാം വന്നാലും ഞാൻ എൻ്റെ യേശുവിൻ്റെ തിരുമാറിൽ തലയായിക്കും. യേശുവിൻ്റെ തിരുമാറിൽ ഞാൻ എൻ്റെ ഹൃദയം ഒളിപ്പിക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ തിരുഹൃദയത്തിൽ ഞാൻ ചാരും, യേശുവിൻ്റെ തിരുമുറിൽ ഞാൻ ചാരും, യേശുവിൻ്റെ തിരുമുറികളിൽ ഞാൻ ചുംബിക്കും. യേശുവിൻ്റെ രക്തത്തിൽ എനിക്ക് പാവമോചനം ലഭിച്ചുകൊണ്ട് ഞാൻ യേശുവിനെ സ്തുതിക്കും. ഹല്ലേലൂയ. ആ തീരുമാനം നിങ്ങൾക്ക് വരുന്നുണ്ടോ? എങ്കിൽ നമുക്ക് ഒരുമിച്ച്
സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഒരുമിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ നല്ല സമയം സ്തുതിക്കാനുള്ള സമയമാണ്. ഇത് ആരാധനയ്ക്കുള്ള സമയമാണ്. യാചിക്കേണ്ട സമയം ഇത്, മോചിക്കുന്ന അഴെയ്താൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്ത് വരെ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. അപ്പോൾ ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ വ്യക്തമായി തീരുമാനമെടുത്ത് ക്രിസ്തുവിലുള്ള വിശ്വാസം അർപ്പിച്ചവർക്ക് കർത്താവിൻ്റെ മുദ്ര നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരം ശേഷി വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ കാവൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരക്തത്താൽ വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരയിൽ പറന്നു വരാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.